2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. പള്ളുരുത്തിയിൽ പുലവാണിഭമേള തുടങ്ങി. ചരിത്ര പ്രാധാന്യമുള്ള പള്ളുരുത്തി പുലവാണിഭമേള തുടങ്ങി. പള്ളുരുത്തി അഴകിയകാവ് ഭഗവതി ക്ഷേത്ര മൈതാനത്താണ് പുലവാണിഭമേള നടക്കുന്നത്. മലയാള മാസത്തിന്റെ അവസാന വ്യാഴാഴ്ചയാണ് പുലവാണിഭമേള നടക്കുന്നത്. അവർണർക്ക് ക്ഷേത്രപ്രവേശനം നിഷേധിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇവർക്ക് ക്ഷേത്രപ്രവേശനത്തിന് അനുമതി നൽകിയ ദിവസമാണ് എല്ലാ വർഷവും പുലവാണിഭമേളയായി ആചരിച്ചു പോരുന്നത്. ക്ഷേത്രപ്രവേശന അനുമതി നൽകിയ ധനുമാസത്തിലെ അവസാന വ്യാഴാഴ്ച ഭഗവതിയെ തൊഴുത് അവരുടെ അധ്വാനത്തിൽ വിളഞ്ഞ കാർഷിക വിളകളും ഉൽപ്പന്നങ്ങളും വിറ്റഴിക്കാനും അനുവാദം നൽകുകയും ചെയ്തു. പുലനേർച്ച എന്ന പേരിൽ തുടങ്ങിയ ആചാരം കാലക്രമത്തിൽ പുലവാണിഭമേളയായി മാറുകയായിരുന്നു. ആദ്യകാലങ്ങളിൽ ചങ്ങാടം ഒരുക്കി കായൽ മാർഗമായിരുന്നു സമീപ പ്രദേശങ്ങളിലെ കച്ചവടക്കാർ ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായി എത്തിച്ചിരുന്നത്. കരിങ്കല്ലിൽ തീർത്ത അരകല്ല്, ഉരലും ഉലക്കയും, ആട്ടുകല്ല്, മൺകലങ്ങളും പാത്രങ്ങളും, വിവിധ ലോഹങ്ങളിൽ തീർത്ത വസ്തുക്കൾ, പേനാക്കത്തി മുതൽ കോടാലി, മൺവെട്ടി, വാക്കത്തി, ചെറുകത്തികൾ വരെയും, പനമ്പിൽ തീർത്ത പായകൾ, വിവിധ ഫാൻസി ഉൽപ്പന്നങ്ങൾ, അലൂമിനിയം പാത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, ചില്ലുപാത്രങ്ങൾ, സ്റ്റീൽ, അലൂമിനിയം പാത്രങ്ങൾ, വിവിധ നടീൽ വസ്തുക്കൾ, ഉണക്കമീൻ തുടങ്ങിയവയും ഇവിടെ വിൽപ്പനയ്ക്കായി എത്തിയിട്ടുണ്ട്. പുലവാണിഭമേളയിലെ സ്പെഷ്യൽ ഐറ്റമാണ് ഉണക്കസ്രാവ്. വിവിധയിനം വിത്തുകളും ഇവിടെ വിൽപ്പനയ്ക്ക് എത്തിയിട്ടുണ്ട്. ധനുമാസത്തിലെ അവസാനത്തെ വ്യാഴാഴ്ചയാണ് പുലവാണിഭമേളയെങ്കിലും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ കച്ചവടക്കാർ ഇവിടെ എത്തിക്കഴിഞ്ഞു. പുലവാണിഭമേള ബുധൻ, വ്യാഴം ദിവസങ്ങളിലാണെങ്കിലും ആഴ്ചകളോളം വ്യാപാരം നീണ്ടു നിൽക്കാറുണ്ട്. നേരം പുലരുവോളമാണ് ഇവിടെ കച്ചവടം. കാലം മാറി പുതുശ്ശേരികൾ കച്ചവട രംഗത്തേക്ക് കടന്നു വന്നെങ്കിലും മാറ്റമില്ലാതെ തുടരുകയാണ് പുലവാണിഭമേള. സംഘാടകരില്ലാതെ സംഘടിപ്പിക്കപ്പെടുന്ന മേള എന്ന ഖ്യാതിയും പുലവാണിഭമേളയ്ക്ക് സ്വന്തം. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.